നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഭാരതീയ ജ്യോതിഷ ശാസ്ത്ര പ്രകാരമുള്ള മറുപടിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ ചോദ്യവും ചോദിക്കാവുന്നതാണ്. ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഉണ്ടാകും. ഫോൺ മുഖേന ചോദ്യങ്ങൾ ചോദിക്കാം, അതുപോലെ തന്നെ കത്ത് മുഖേനയും ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാ ദിവസവും നക്ഷത്രഫലം പ്രോഗ്രാം ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ മറുപടി ഈ ദിവസങ്ങളിൽ ലഭിക്കാനുള്ള ഭാഗ്യവും ഉണ്ട് എന്ന് പ്രത്യേകിച്ചറിയാം. ആദ്യം ഒരു കത്താണ്. ശ്രീമതി ഷീനു സെബാസ്റ്റ്യൻ പച്ചാളത്ത് നിന്നാണ് ചോദിക്കുന്നത്. എൻ്റെ നക്ഷത്രം അശ്വതി, വയസ്സ് 32, BSc ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. MSc പോയില്ല എന്നുള്ളതാണ്. ചെറിയൊരു പ്രൈവറ്റ് ജോലിക്ക് പോയി. അതിപ്പോൾ മണ്ടത്തരമായിട്ട് തോന്നുന്നു. ഇപ്പോൾ തുടർന്ന് പഠിക്കുവാൻ മോഹമുണ്ട്. ടീച്ചറാകുവാൻ കഴിയുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. ശ്രീമതി ഷീനു വളരെ ബുദ്ധിമതിയാണ്. ജ്യോതിഷത്തിൽ പറയുകയാണെങ്കിൽ ബുധാദിത്യ യോഗം എന്ന് പറയും, അതൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമതിയാണ്, പഠിക്കാനുള്ള കഴിവുണ്ട്. ഇനിയും തുടർന്ന് പഠിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും ഷീനു പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യോളജി എടുത്ത് പഠനം തുടരുക. BSc കെമിസ്ട്രി ആയിരുന്നു. ഇനിയിപ്പോൾ പ്രൈവറ്റായിട്ട് സയൻസ് എടുക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് ഹിസ്റ്ററി, സോഷ്യോളജി, ഹ്യൂമാനിറ്റീസ് ഏതെങ്കിലും എടുത്ത് തുടർന്ന് പഠിക്കുക. അതിനുശേഷം BEd എടുക്കുക. ഗുരുസ്ഥാനം ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇനി ഗവൺമെൻറ് ജോലിക്കൊക്കെ അത്ര എളുപ്പമല്ല എന്ന് പ്രത്യേകിച്ച് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് BEd എടുക്കുക. തീർച്ചയായിട്ടും ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരാനുള്ള ഭാഗ്യമുണ്ട് എന്ന് മാത്രമല്ല, നല്ലൊരു സ്ഥിതിയിൽ എത്തും സാമ്പത്തികമായിട്ട്. കാരണം 11ാം ഭാവാധിപൻ, ലാഭസ്ഥാനാധിപൻ വളരെ ബലവാനാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. സന്തോഷമായിട്ടിരുന്നോളൂ. ഇനി ഒരു കോളാണ്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വിളിക്കുക. ആരുടെ കാര്യം അറിയണ്ട? എന്റെ മകൾക്ക്. മകളുടെ പേര് പറയൂ. മകളുടെ പേര് ശ്രുതി. നക്ഷത്രം തിരുവോണം. പറഞ്ഞോളൂ. 12/5/1900. എന്താ അറിയേണ്ടത്? അവളുടെ വിവാഹം അറിയണം. തടസ്സങ്ങൾ പോലെ വിളിക്കുന്നുണ്ട്, ഒന്നും അടുക്കുന്നില്ല അങ്ങോട്ട്. അതാ ഇപ്പോൾ 7.5 ശനിക്കാലം എന്ന് പറയും. അപ്പോൾ 7.5 ശനിക്കാലത്ത് പലപ്പോഴും വിവാഹം ഇങ്ങനെ അടുത്ത് വന്നിട്ട് പിന്നെ അവിടുന്ന് മറുപടി ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അതെ അതെ. അത് സാരമില്ല, വിഷമിക്കാനില്ല. ഇപ്പോൾ ഭേദപ്പെട്ട ഒരു കാലമാണ്. അടുത്ത 9 മാസത്തിനകം തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. മധ്യമകാലം എന്ന് പറയും. ഇപ്പോൾ തരക്കേടില്ല. 7.5 ശനിക്കാലം ആയതുകൊണ്ട് തടസ്സങ്ങൾ വരും. പക്ഷേ കഠിനമായിട്ടുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കുകയും ചെയ്യും. എന്നാലും ഒരു 2.5 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് കൂടുതൽ നല്ല സമയം. പക്ഷെ അപ്പോഴേക്കും കുറച്ച് പ്രായമായി പോവുമല്ലോ അല്ലേ? അതെ. അപ്പോൾ ഇപ്പോൾ ശ്രമിച്ചോളൂ, പ്രാർത്ഥനയോടുകൂടി ശ്രമിച്ചോളൂ. ശനിപ്രീതി വരുത്തുക എന്നുള്ളതാണ്. 7.5 ശനിക്കാലത്ത് ശനിയാഴ്ച വ്രതമെടുക്കുക, ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ജപിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ആ ഒരു തടസ്സങ്ങൾ അങ്ങോട്ട് ക്രമേണ കുറയുന്നുള്ളതാണ്. പിന്നെ 7.5 ശനിക്കാലത്ത് നമുക്ക് കാര്യമായിട്ടുള്ള പരിശ്രമം ഉണ്ടെങ്കിലായിരിക്കും പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാവുക. ഏതായാലും നല്ല വിവാഹം ലഭിക്കും എന്നുള്ളതിന് സംശയം ഒന്നും തന്നെ വേണ്ട. എന്താ 9 മാസത്തിനകം നടന്നു കിട്ടാനുള്ള ഭാഗ്യമുള്ള സമയമാണ്. അത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ ആള് പെട്ടെന്ന് വിഷമിക്കുന്ന ഒരു സ്വഭാവമൊക്കെയാണ്. വിഷമമൊന്നും അല്ലേ? അങ്ങനെയല്ലേ? അത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഏതായാലും നല്ല വിവാഹം ലഭിക്കുമ്പോൾ നല്ല വിവാഹം തന്നെ ലഭിക്കും എന്നുള്ളതിലും സംശയമൊന്നും തന്നെ വേണ്ട. വളരെ സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞോളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, കോട്ടയം ജില്ലയിൽ നിന്ന് വിളിക്കുന്നു. കാര്യം അറിയാനായിരുന്നേ. പറഞ്ഞോളൂ. പേരെന്താണ് കുട്ടിയുടെ? കുട്ടിയുടെ പേര് നിശാന്ത്. നിശാന്ത് അല്ലെ? എന്താ നക്ഷത്രം? ഉത്രാടം. പറഞ്ഞോളൂ. എന്താ അറിയേണ്ടത്? ജോലിക്കാര്യം. എത്ര വയസ്സായി ഇപ്പൊ? 19 വയസ്സായേ. 19 വയസ്സായി. ഉത്രാടം നക്ഷത്രത്തിന് ഇപ്പോൾ 7.5 ശനിക്കാലമാണ്. അതുകൊണ്ട് പഠന കാര്യങ്ങളിലൊന്നും ഇപ്പൊ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ശരീരത്തിനൊരു ക്ഷീണം, അലസതയൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഗ്രഹനിലയിൽ. ശരി തന്നെയാണല്ലോ? കോപ സ്വഭാവവും ഏറിയിരിക്കും. 7.5 ശനിക്കാലം വരുമ്പോൾ, അതായത് നക്ഷത്രത്തോട് ശനി അടുക്കുമ്പോഴേക്കും പെട്ടെന്ന് കോപം വരുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ
ഉണ്ട് 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 ഉണ്ട്. അപ്പോൾ അതും വരും. 7 ശനിയുടെ പ്രോക്സിമിറ്റി വരുമ്പോൾ അടുപ്പം വരുമ്പോഴേക്കും നമ്മുടെ സ്വഭാവത്തിൽ കുറച്ച് വ്യതിയാനമൊക്കെ വരും. പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കൂട്ടുകെട്ടുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. 7 ശനിക്കാലം വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെക്കാൾ സാംസ്കാരികമായിട്ട് കുറഞ്ഞവരുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ വരാം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഏതായാലും ജോലി കിട്ടും. ശരിക്കും ജോലി കിട്ടാനായിട്ടുള്ള കാലം എന്ന് പറയുന്നത് കുറച്ചുകൂടി കഴിയണം, 2 വർഷം കഴിയണം കേട്ടോ. 2 വർഷം. ഇപ്പോൾ ചെറിയ ജോലിയൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. ഈ ടെക്നിക്കൽ ലൈൻസിലുള്ള ചെറിയ ജോലി കിട്ടാൻ ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ പഠനം തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പഠന കാര്യങ്ങളിലും താല്പര്യം കുറവാണ്. അപ്പോൾ പഠനം മുടങ്ങാതിരിക്കാൻ, എഡ്യൂക്കേഷൻ അങ്ങോട്ട് തടസ്സപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. എന്താ വഴിപാട് ഇപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ. 7 ശനിക്കാലം ആയതുകൊണ്ട് ശനിയാഴ്ച വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ഒരു മുഹൂർത്ത കാലം എന്ന് പറയും, ഒരു 48 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ക്ഷേത്രത്തിലൊരു ചൈതന്യ പ്രവാഹമുണ്ട്, ദേവചൈതന്യ പ്രവാഹം എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ തടസ്സങ്ങൾ, ഈ ശനിയുടെ ആ ഒരു തടസ്സങ്ങൾ അങ്ങോട്ട് മാറും. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുണ്ട്. നമ്മളിപ്പോൾ കോളേജിലൊക്കെ വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി, അധികമായിട്ട് വർക്ക് ചെയ്യാത്തൊരു കുട്ടി, അലസനായിട്ടുള്ളൊരു കുട്ടിയായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഈ പഠിക്കുന്ന കുട്ടിയുടെ പഠിത്തം മോശമാകാറുണ്ട്. അറിയാമല്ലോ അത് പ്രോക്സിമിറ്റി എന്ന് പറയും, സാമീപ്യം എന്നാണ് അത് ജ്യോതിഷത്തിൽ പറയുക. അപ്പോൾ ഈ ക്ഷേത്ര സാമീപ്യം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ആ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ, ആ ഒരു വൈബ്രേഷൻ ലെവൽ, സ്പന്ദന തലം അങ്ങോട്ട് മാറും എന്നാണ് ആചാര്യൻ പറയുന്നത്. ഇപ്പോൾ ഇത് അനുഭവത്തിൽ അറിഞ്ഞോളൂ. അതിൻ്റെ ശാസ്ത്രീയതയേക്കാൾ കൂടുതൽ അനുഭവത്തിൽ അറിയാം. ഇതൊന്ന് ചെയ്തു നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പത്തനംതിട്ട എന്ന് വിളിക്കുന്നു. ആരുടെ കാര്യം അറിയണ്ട? മകളുടെ കാര്യം അറിയാനുണ്ട്. മകൾക്ക് എത്ര വയസ്സായി? 94 ഫെബ്രുവരി 28. എന്താ അറിയണ്ട? ഫെബ്രുവരി 28 11 മണിക്ക്. ജോലിക്കാര്യം അറിയാനായിരുന്നു. നക്ഷത്രം എന്താണ്? അത്തം നക്ഷത്രം. 94 ഫെബ്രുവരി 28 അല്ലേ? 10:50. ഇയാള് വളരെ ബുദ്ധിമതിയാണല്ലോ, പക്ഷെ ഹാർഡ് വർക്ക് കുറവായിരുന്നു എന്നാണ് കാണുന്നത് അല്ലേ? വളരെ ബുദ്ധിമതിയല്ലേ ശരിക്കും? ബേസിക്കായിട്ട് ഷീ ഈസ് വെരി ഇന്റലിജന്റ് അല്ലേ? പക്ഷെ അതനുസരിച്ചിട്ടുള്ള പഠനത്തിൽ ഒരു റിഫ്ലക്ഷൻ കാണുന്നില്ല. ഹാർഡ് വർക്ക് ഉണ്ട്, പക്ഷെ അത് പഠനത്തിൽ അത്രത്തോളം ഒരു റിഫ്ലക്ഷൻ കാണുന്നില്ല. മാർക്സിൽ എന്തായാലും വിഷമിക്കാനൊന്നുമില്ല. ഇയാള് നയവും തന്ത്രവും ഒക്കെ വശമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്ഥിതിയിലേക്ക് എത്തിക്കോളും, അതിന് സംശയമൊന്നും തന്നെ വേണ്ട. പക്ഷെ ഇയാൾക്കൊരു 26 വയസ്സിന് ശേഷമാണ് കാര്യമായിട്ടുള്ള ഉയർച്ച കാണുന്നത് എന്നുള്ളതാണ്. 26 വയസ്സ് കഴിഞ്ഞിട്ടാണ് കാര്യമായിട്ടുള്ള. പക്ഷെ ജോലിക്ക് ഇപ്പോൾ ശ്രമിച്ചോളൂ. അടുത്ത 9 മാസം അനുകൂലമാണ്. ജോലിക്ക് ഇപ്പോൾ ശ്രമിച്ചോളൂ. ചെറിയൊരു പ്രൈവറ്റ് ഫേമിലൊക്കെ ജോലി കിട്ടാനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് ശ്രമിച്ചാൽ മതി. 9 മാസത്തിനകം തന്നെ ചെറിയൊരു ജോലി വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ കുറച്ച് ചൊവ്വ ബലവാനായതുകൊണ്ട് കുറച്ച് വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ജോലിയിൽ നിന്നൊക്കെ മാറാതിരിക്കാൻ പറയണം. നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാവുന്ന ആളാണ് അല്ലേ? പക്ഷെ എന്നാൽ വീട്ടിനകത്ത് കുറച്ച് വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടാവും അല്ലേ? സാരമില്ല, അത് നല്ലതാണ്. കാരണം എല്ലാത്തിനും ഒരു മത്സരഭാവം ഇയാൾക്ക് വരുവേ. മത്സരഭാവം, ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇനി പഠിച്ചോളും. ഇനി പഠിച്ച് നല്ലൊരു സ്ഥിതിയിലേക്ക് എത്തിക്കൊള്ളുകയും ചെയ്യും. ഈ അത്ത നക്ഷത്രം ആയതുകൊണ്ടാണ് ശനി അത്ര അനുകൂലനല്ല. അപ്പോൾ ഇപ്പോൾ അല്പം ഒരു നിരാശയും കാര്യങ്ങൾക്കൊരു തടസ്സവും വരുന്ന ഒരു കാലമാണെന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കുക. ഏതായാലും വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ പറഞ്ഞോളൂ. എവിടുന്നാ വിളിക്കുന്നത്? പറഞ്ഞോളൂ. എന്റെ പേര് അപർണ. എന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി തന്നെ വിളിച്ചത്. എത്ര വയസ്സായി അപർണയ്ക്ക്? ഇപ്പം 29. എന്താ അറിയേണ്ടത്? സർ, ഇപ്പോ ഞാൻ ആക്ച്വലി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ വർക്കൊക്കെ വളരെ കുറവാണ്. ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആണ്. എന്താ നക്ഷത്രം? ഭരണി. എന്ത് ആർട്ടിസ്റ്റ് ആണ്? സീരിയലും സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ. ഭരണി നക്ഷത്രമായതുകൊണ്ട് ഇപ്പോ വിഘ്നേശ്വര പ്രീതി വരുത്തുക. ഗണപതി കോവിലിൽ തിങ്കളാഴ്ച തോറും ദർശനം നടത്തുക.
ഓക്കെ എന്ന് മാത്രമല്ല ഗണേശ സ്തോത്രം ജപിച്ചോളൂ. ഓക്കെ സർ. ഈ വർഷം അവസാനം മുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും, അതിന് യാതൊരു സംശയവും വേണ്ട. അടുത്ത വർഷം 2020 യുൽ ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ വെരി ഗുഡ് പൊസിഷൻ. അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. അല്ല സർ, മാത്രമല്ല ഇപ്പൊ വർക്ക് കുറവായത് കൊണ്ട് ഞാൻ വേറെ ജോലിക്കും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. എപ്പോഴും അത് നല്ലതാണ്. ഇപ്പൊ ഒന്ന് ശ്രമിച്ചോളൂ. ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വൈകാതെ തന്നെ ഏതാനും മാസങ്ങൾക്കകം തന്നെ കിട്ടും. എന്നാലും സെപ്റ്റംബർ മുതലാണ് ഈ ഭരണിക്ക് നല്ല സമയം വരുന്നത്. സെപ്റ്റംബർ മുതൽ ഒരു 4 മാസത്തിനകം തന്നെ തരക്കേടില്ലാത്ത ഒരു ജോലി കിട്ടുന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പിന്നെ കലാരംഗത്ത് കാര്യമായിട്ടുള്ള ഉയർച്ചയും വരും, അതിനും സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാലത്ത് കുറച്ച് ചാൻസസ് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഗണപതി പ്രീതി വരുത്തിക്കോളൂ കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 48 മിനിറ്റ്സ് 48 മിനിറ്റ് ഒരു മുഹൂർത്ത കാലമെങ്കിലും അവിടെ ഉണ്ടാകണം. എന്നാലേ ആ ക്ഷേത്ര ചൈതന്യ പ്രവാഹം നമ്മുടെ ശരീരത്തിലേക്ക് വരുള്ളൂ. അതൊക്കെ അറിയാമല്ലോ അല്ലേ? എന്താണെന്ന് വെച്ചാൽ അത്രയും സമയം ഉണ്ടെങ്കിൽ നമ്മൾ പ്രോക്സിമിറ്റി തിയറി എന്ന് പറയും മോഡേൺ സയൻസിൽ, അതായത് സാമീപ്യം. ആരുമായിട്ടും നമ്മൾ സാമീപ്യത്തിന് ഒരാളെ അറിയാനും സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ ക്ഷേത്രത്തിൽ ആ ചൈതന്യ പ്രവാഹത്തിന് ഒരു മിനിമം റിക്വയർഡ് ടൈം എന്ന് പറയുന്നത് 48 മിനിറ്റ്സ് ആണ്. അതിൽ കൂടുതൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളൂ. ദിവസവും ജപവും വേണം. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. സമയം കുഴപ്പമില്ലല്ലോ? സമയം കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഒരു അത്ര നല്ല സമയമല്ലാന്നേ ഉള്ളൂ. കാരണം ഭാഗ്യത്തെ കുറയ്ക്കുന്ന ഒരു ഘടകമുണ്ട് ഈ ഭരണി നക്ഷത്രത്തിന്. ഇപ്പോൾ ഭാഗ്യം അല്പം ഒന്ന് കുറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വിഷമിക്കാനൊന്നുമില്ല. ഭാഗ്യം വളരെ വരുന്ന ഒരു കാലമുണ്ട്. ഞാനീ പറഞ്ഞ പീരീഡ്, ഈ സെപ്റ്റംബർ മുതലുള്ള ആ കാലം എന്ന് പറയുന്നത് നന്നായിട്ട് ഉപയോഗിക്കണം. നമ്മുടെ ശ്രമം അത്യാവശ്യമാണ്. ഇപ്പം എത്ര നല്ല കാലം വന്നാലും ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ മാർക്സ് കിട്ടില്ല. അപ്പം അതുപോലെ ആ കാലം നന്നായിട്ട് ശ്രമിച്ചോളൂ. ഇപ്പോഴേ ശ്രമിച്ചോളൂ. അതിൻ്റെ ഫലങ്ങളൊക്കെ എപ്പോഴായിരിക്കും വരിക. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം അവസാനം മുതൽ നല്ലൊരു സ്ഥിതിയിലെത്തും. സംശയം വേണ്ട. ചിലപ്പോൾ ഈ വർഷം അവസാനം മുതൽ ഇങ്ങനെ ക്രമേണ സൂചനകൾ വന്നിട്ട് അടുത്ത വർഷമായിരിക്കും കിട്ടുക. വർക്ക് വരുന്നുണ്ട്, പക്ഷെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് അവർ വിളിക്കത്തില്ല. ആദ്യമൊക്കെ വിളിച്ചെല്ലാം പറയും, പിന്നീട് അവസാനം പിന്നെ എന്തെങ്കിലും കാരണവശാൽ മനസ്സിലായി. അത് കലാരംഗത്ത് പൊതുവേ ഉള്ള ഒരു കാര്യമാണ്. അതിപ്പോ അപർണയ്ക്ക് അത്ര നല്ല സമയം അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത്. വിഷമിക്കാൻ ഒന്നും തന്നെ ഇല്ല. യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരുന്നോളൂ. അടുത്ത കോളിലേക്ക് പോവാം നമുക്ക്. ഹലോ. പറഞ്ഞോളൂ. ഞാൻ കോതമംഗലം താലൂക്കിൽ നിന്നാ. പറഞ്ഞോളൂ. എന്റെ മോനെ 1983 ജനുവരി 13 ജനനം. പൂരാടം നക്ഷത്രമാണ്. ഇതുവരെ കല്യാണം നടക്കണില്ല. പൂരാടം നക്ഷത്രത്തിന് ഇപ്പോൾ പൊതുവെ കുറച്ച് മനസ്സിന് വിഷമവും കാര്യങ്ങൾക്ക് ആവർത്തിച്ച് തടസ്സവും വരുന്ന സമയം. 7.5 ശനിയിൽ ജന്മശനിക്കാലം എന്ന് പറയും. ഇപ്പോൾ വിവാഹത്തിന് തരക്കേടില്ലാത്ത സമയമാണ്. ഇപ്പോൾ ശ്രമിച്ചാൽ വിവാഹം നടക്കുമെങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ചേ വിവാഹം നടക്കാവൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7.5 ശനിയിൽ ജന്മശനി കാലത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഫോൾട്ടി ആയി കഴിഞ്ഞാൽ വിവാഹം ജീവിതകാലം മുഴുവൻ വേണ്ട ഒരു കാര്യമല്ലേ. അപ്പോൾ അതിൽ തെറ്റാൻ പാടില്ലല്ലോ. വിവാഹം അല്പം വൈകിയാൽ പോലും വിഷമിക്കേണ്ട കാര്യമില്ല. നല്ലൊരു ചോയ്സ് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിവാഹത്തിൻ്റെ കാലം തന്നെയാണ്. പക്ഷെ വളരെ ശ്രദ്ധയോടുകൂടി നല്ല ജാതക പൊരുത്തം, പിന്നെ സ്ഥാനപ്പൊരുത്തം എന്ന് പറയും. കുട്ടി എങ്ങനെയാണ്, യോജിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കൂടി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ വിവാഹം നിശ്ചയിക്കാവൂ. അത് പ്രത്യേകം പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഒരു രാഹുസ്ഥിതി ഉണ്ട്. രാഹുസ്ഥിതി ഉള്ളതുകൊണ്ട് അയാൾ ഈ സ്വഭാവത്തിലും ഒന്ന് നിയന്ത്രണം വേണം. എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു കോപ സ്വഭാവമുണ്ടേ. അപ്പോൾ അത് വിവാഹ ജീവിതത്തിൽ നല്ല വിവാഹം കിട്ടിയാലും അത് നിലനിർത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ കോപവും വാശിയും അദ്ദേഹത്തോടൊന്ന് നിയന്ത്രിക്കാൻ പറഞ്ഞോളൂ കേട്ടോ. കാരണം തന്നിഷ്ടപ്രകാരം അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവമാണേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വിവാഹത്തിന് ശേഷം ഒന്ന് നിയന്ത്രണം പാലിച്ചോളാൻ പറയൂ കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ. സന്തോഷമായിട്ടിരുന്നുള്ളൂ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. പറഞ്ഞോളൂ. ഹലോ. എന്താ നക്ഷത്രം? അശ്വതി നക്ഷത്രം. മോനാണ്. എന്റെ മോന്റെ കാര്യം അറിയാൻ വേണ്ടി വിളിക്കുന്നതാണ്. മോൻ എത്ര വയസ്സായി? മോൻ 1994 ഏപ്രിൽ 12 ജനിച്ചതാണ്. രാവിലെ 8:34. ഏപ്രിൽ 12 അല്ലേ?
എന്താ നക്ഷത്രം? അവനിപ്പോ അശ്വതി. അശ്വതി. എന്താ അറിയണ്ട? അവന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, എഞ്ചിനീയറിംഗ്. അപ്പൊ അത് ഒന്നറിയാം. വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇതിനു മുമ്പും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അലസത പ്രകടമാണ്. എന്താന്ന് വെച്ചാൽ പഠിത്ത കാര്യങ്ങളിൽ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം നേരത്തെ ഇല്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട്, ശ്രദ്ധയോടുകൂടി നന്നായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു കഴിവില്ല എന്നും കാണുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അത് നമ്മൾ മെച്ചമാക്കണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന വേണം. അതിൻ്റെ കൂട്ടത്തിൽ യോഗധ്യാനം കൂടി ശീലിക്കണം. യോഗധ്യാനം ശീലിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു നിയന്ത്രണം വരിക. അപ്പോൾ മനസ്സിനൊരു നിയന്ത്രണം വന്നു കഴിയുമ്പോൾ നമ്മൾ പഠന കാര്യങ്ങളിൽ ഒരു ചുമതലാ ബോധം വരും. അപ്പോഴേക്കും നന്നായിട്ട് പഠിച്ചോളും. ഇത് മാത്രമല്ല, പഠന കാര്യങ്ങളിൽ കാര്യമായിട്ട് ഉയർച്ചയും വരും. ഇപ്പോൾ ഒരു കാര്യം ചെയ്തോളുക. അതായത് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നുള്ള ആ ശ്ലോകം ദിവസവും 9 പ്രാവശ്യം ജപിച്ചോളാൻ പറയുക. കിഴക്ക് ദർശനമായി നിവർന്നിരുന്ന് ജപിച്ചോളാൻ പറയും. വൈകാതെ തന്നെ ആ സ്പന്ദനങ്ങൾ നമുക്ക് പഠന കാര്യങ്ങളിൽ ഉയർച്ച നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. അടുത്ത കോളിലേക്ക് പോകാം. എല്ലാ ഐശ്വര്യങ്ങളും വരും. ഹലോ. ഹലോ. പറഞ്ഞോളൂ. ഞാൻ ഇടുക്കിന്ന് വിളിക്കുവാണേ. പറഞ്ഞോളൂ. പിള്ളേരുടെ കാര്യം അറിയാനായിരുന്നു. മൂത്ത വെച്ച് PGക്ക് പഠിക്കുന്നേ. PG എന്ത് PGയാ പഠിക്കുന്നത്? ലിറ്ററേച്ചർ ആണേ. ലിറ്ററേച്ചർ ആണ്. ഓക്കെ. എന്താ നക്ഷത്രം? നക്ഷത്രം രേവതി. രേവതി. എത്ര വയസ്സായി ഇപ്പോ? 21 വയസ്സായി. പേരെന്താണ് കുട്ടിയുടെ? ഭാഗ്യ. ഭാഗ്യ. എന്താ അറിയണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. വിദ്യാഭ്യാസം, ഇനിയിപ്പോ ഒരു ജോലിയുടെ കാര്യം അറിയാനും. ഇയാൾക്ക് ആദിത്യൻ ബലവാനാണ്. ഗവൺമെന്റ് സർവീസിൽ തന്നെ ചെയ്തോളൂ കേട്ടോ, ശ്രമിച്ചോളൂ. ഗവൺമെന്റ് സർവീസിൽ തന്നെ ജോലി കിട്ടാനുള്ള ഭാഗ്യമുണ്ട്. അതിനു മുമ്പ് ഒരു പ്രൈവറ്റ് സർവീസിൽ വരാനുള്ള യോഗമുണ്ട്. പിന്നെ സദസ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലിയും കാണുന്നു. അപ്പോൾ അതുകൊണ്ട് ടീച്ചിങ് പ്രൊഫഷനും അനുയോജ്യമാണ്. ടീച്ചിങ് പ്രൊഫഷനിൽ BEd ചെയ്തോളാൻ പറയൂ. BEdും MEdും അതിൻ്റെ കൂട്ടത്തിൽ MPhilഉം ചെയ്യട്ടെ. MPhil PhDക്ക് രജിസ്റ്റർ ചെയ്തോളാൻ പറയുക ആഫ്റ്റർ PG. അപ്പോൾ അതിനകത്തൊരു നല്ല ഉയർച്ച ഉണ്ടാകും. ടീച്ചിങ് പ്രൊഫഷനിൽ സദസ്സുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. അവിടെയും സദസ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലിയുണ്ട്. എന്നാലും ടീച്ചിങ്ങിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഇയാൾക്ക് പൊതുവേ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഫീൽഡിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞോളൂ. നല്ലൊരു സ്ഥിതി തന്നെ എത്തുന്നുള്ളതിൽ സംശയം വേണ്ട. പിന്നെ പഠിച്ചോളും. കുട്ടി ഹാർഡ് വർക്കിംഗ് ആണ്, നന്നായിട്ട് പഠിച്ചോളും. അതുകൊണ്ട് വിഷമിക്കാനൊന്നും തന്നെ ഇല്ല. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. പിന്നെ വിവാഹകാര്യം കൂടെ ഒന്ന് അറിയണം. വിവാഹകാര്യം 2 വർഷം കൂടി കഴിയട്ടെ, ധൃതി വേണ്ട. എന്താന്ന് വെച്ചാൽ ഒരു ജോലിയൊക്കെ കിട്ടട്ടെ. ജോലിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് കാര്യമായിട്ട് അപ്പം ആലോചിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇയാളെ ഒരു കരിയർ മൈൻഡഡ് ഗേൾ എന്ന് പറയും. ജോലിക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ചൊരു ഈ നാവ് 2 ഗുളികസ്ഥിതി വരുന്നതുകൊണ്ട് നാവ് കൊണ്ട് സംസാരിക്കുമ്പോഴേക്കും ചിലപ്പോൾ ആൾക്കാർ ഒഫൻഡഡ് ആയി എന്ന് വരും. മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പക്വതയൊക്കെ വരട്ടെ കേട്ടോ. കുറച്ചുകൂടെ പക്വതയൊക്കെ. ശരിയല്ലേ ഞാൻ പറഞ്ഞ? അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. വിഷമിക്കാനൊന്നും തന്നെ ഇല്ല. സന്തോഷമായിട്ടിരുന്നോളൂ. നല്ല വിവാഹബന്ധം തന്നെ ലഭിക്കും. പക്ഷെ 2 വർഷം കൂടെ കഴിയട്ടെ കേട്ടോ. ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ. സന്തോഷമായിട്ടിരുന്നോളൂ. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് ധാരാളം കത്തുകൾ ലഭിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ദിവസവും ലഭിക്കും. കാരണം നക്ഷത്രഫലം പ്രോഗ്രാം എല്ലാ ദിവസവും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ അഡ്രസ്സ് ശ്രദ്ധിക്കുക. നക്ഷത്രഫലം പ്രോഗ്രാം ന്യൂസ് 18 കേരളം, കിഴക്കൂട്ടം, തിരുവനന്തപുരം എന്ന വിലാസത്തിലേക്ക് കത്തുകൾ അയയ്ക്കുക. ഫോൺ മുഖേനയും ബന്ധപ്പെടാം. ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ, ഭാരതീയമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കും. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും കത്തുകൾ അയയ്ക്കുക, ഫോൺ ചെയ്യുക. ഇന്നത്തെ നക്ഷത്രഫലം പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.